അപ്പുകുറുക്കൻ വെച്ച കെണി. അപ്പുകുറുക്കനും പൂവൻകോഴി ഫാമിലിയും തൊട്ടടുത്ത അയൽപ്പക്കമായിരുന്നു. രണ്ടുപേരുടെയും വീടുകൾ അടുത്തായിരുന്നെങ്കിലും അവർ പരസ്പരം ശത്രുക്കളായിരുന്നു. വെറുതെ ശത്രുക്കളായതല്ല, അപ്പുകുറുക്കന്റെ കയ്യിലിരിപ്പ് അത്രയും സൂപ്പറാണ്. വീടിന്റെ അടുത്തുള്ള കൃഷിപ്പണിയും മറ്റുമാണ് പൂവൻകോഴിയുടെയും ഭാര്യയുടെയും പ്രധാന തൊഴിൽ. എന്നാൽ നമ്മുടെ അപ്പുകുറുക്കനാകട്ടെ യൂട്യൂബിലെ ഓരോ കുക്കിംഗ് ചാനലൊക്കെ കണ്ട് പുതിയ പുതിയ പാചക പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് ഹോബി. അങ്ങനെയിരിക്കെ ഒരു ദിവസം എത്ര പാചകങ്ങളാണ് ഈ യൂട്യൂബിൽ. എല്ലാ ദിവസവും ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ഇന്നുച്ചയ്ക്ക് എന്തുണ്ടാക്കുമെന്ന് നോക്കാം. അപ്പുകുറുക്കൻ യൂട്യൂബിൽ ഓരോന്നും സെർച്ചിങ് തുടങ്ങി. അപ്പോഴാണ് അത് അപ്പുകുറുക്കന്റെ കണ്ണിൽപ്പെട്ടത്. കോഴി നിർത്തി പൊരിച്ചത്. വാവ്, ഇതൊരു കിടിലം ഐറ്റമായിരിക്കും. കുറെ കാലമായി ഒരു കോഴിക്കറി ട്രൈ ചെയ്തിട്ട്. ഈശ്വരാ, തൊട്ടടുത്ത് 2 കോഴികൾ ഉണ്ടായിട്ടും ഇങ്ങനെ യൂട്യൂബ് ചാനലിലെ കോഴിക്കറി നോക്കിയിരിക്കാനാണല്ലോ വിധി. അപ്പുകുറുക്കൻ ആലോചിച്ചു. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ പൂവനും ഭാര്യയും. അപ്പുകുറുക്കൻ പൂവനെ പിടിച്ചു കറി വെക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു കെണിയുണ്ടാക്കി പൂവനെ അതിനകത്ത് കയറ്റിയാൽ പിന്നെ എല്ലാം സിമ്പിൾ. കൊന്ന് കറി വെച്ച് തിന്നാം. പിറ്റേ ദിവസം ഭാര്യ ചക്കരക്കോഴിയെയും ഇതുപോലെ പിടിച്ചു തിന്നാം. എന്ത് സുഖമാണിങ്ങനെ ജീവിക്കാൻ, അപ്പുകുറുക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മരക്കഷ്ണങ്ങൾ വെച്ച് പെട്ടെന്ന് തന്നെ അപ്പുകുറുക്കൻ ഒരു കെണിയുണ്ടാക്കി. പതിയെ അത് പൂവന്റെ വീട്ടുമുറ്റത്ത് അവർ കാണാതെ കൊണ്ടുവച്ചു. എന്നിട്ട് കുറച്ച് അരിമണിയും അതിൽ വാരിയിട്ട് അപ്പുകുറുക്കൻ വീട്ടിൽ പോയി ഒളിച്ചിരുന്നത് നിരീക്ഷിച്ചു. കൂട്ടിൽ പൂവൻ വന്നു വീഴുമ്പോൾ കിടന്നു കരയും. അപ്പോൾ ഓടിപ്പോയി എടുക്കാം. അപ്പു കോഴി നിർത്തി പൊരിച്ചത് സ്വപ്നം കണ്ട് ഇങ്ങനെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ പൂവനും ഭാര്യയും പണി കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടുമുറ്റത്ത് പതിവില്ലാതെ ഒരു കൂട് കണ്ടപ്പോൾ തന്നെ പൂവന് കാര്യം മനസ്സിലായി. അവൻ ഭാര്യയോട് പതിയെ പറഞ്ഞു, ഇത് അപ്പുകുറുക്കൻ വെച്ച പണിയാണ്. കുറച്ചു കാലമായി അവന്റെ ഒരു സൂക്കേട്. ഇന്നത് നമുക്ക് തീർത്തു കൊടുക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കുറച്ചു മാറിയിരുന്നു. എന്നിട്ട് ഉറക്കെ രണ്ടുപേരും കൂവി വിളിച്ചു, അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇത് കേട്ടതും അപ്പുകുറുക്കൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി കൂടിന്റെ അടുത്തെത്തി. എന്നാൽ കൂട്ടിൽ പൂവനെയും ഭാര്യയെയും അവന് കാണാൻ സാധിച്ചില്ല. ഇതെന്ത് കൂത്ത്, ഇവരെവിടെ പോയി? അപ്പോഴാണ് അപ്പുകുറുക്കൻ പിറകിൽ നിന്നും ഒരു വിളി കേട്ടത്. അപ്പുച്ചേട്ടാ. അപ്പു തിരിഞ്ഞു നോക്കിയതും പൂവൻ മരക്കൊമ്പ് വെച്ച് അപ്പുവിന്റെ തലയ്ക്ക് ഒരു ഉഗ്രൻ അടി വെച്ചു കൊടുത്തു. വേദന കൊണ്ട് അപ്പു അയ്യോ എന്റെ അമ്മേ, എന്റെ തല എന്നും പറഞ്ഞ് വീട്ടിലേക്ക് ഓടി. കോഴി നിർത്തി പൊരിച്ചതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചതാ. കോഴികൾ എന്നെ നിർത്തി പൊരിക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല. അപ്പു തലയിൽ കൈവച്ച് ഇങ്ങനെ ഇരുന്നു.